ഷവർലൈറ്റ് ബീറ്റ് ഡീസലാണ്. ഇത് ഏകദേശം 1,20,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സ്മോക്ക് വരുന്നുണ്ട് നല്ലോണം ബാക്കിൽ നിന്ന്. അപ്പോൾ നമ്മളിതിൻ്റെ ഓയിൽ സെപ്പറേറ്റർ ഫിൽറ്റർ മാറുകയാണ്. ഈ സ്വിഫ്റ്റിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സെപ്പറേറ്റർ ബാക്കിൽ സെപ്പറേറ്റ് ഒരു ടാങ്ക് പോലെ ഒരു കപ്പ് പോലെ ഒരു സാധനമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഫിൽറ്ററായിട്ടാണ് വരുന്നത്. നമ്മുടെ ടൈമിംഗ് കവറിൻ്റെ ക്യാമിൻ്റെ ബോൾട്ടിൽ തന്നെ ഒരു ഫിൽറ്റർ കൊടുക്കും. ആ ഫിൽറ്ററിൽ നിന്നാണ് ഓയിൽ സെപ്പറേറ്റർ വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലുണ്ടാകുന്ന ക്രാങ്ക് കേസിൽ അതുപോലെ ടൈമിങ്ങിൻ്റെ അവിടെ വരുന്ന ഒരു കംപ്രഷൻ, ചെറിയൊരു കംപ്രഷൻ വരും. ആ കംപ്രഷൻ എയർ നേരിട്ട് ഇൻലെറ്റിലേക്ക് കൊടുക്കാനുള്ളതാണ് ഇത്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ അവിടെ ഓയിലിൻ്റെ അംശവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ആ സമയത്ത് ഓയിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് എയർ സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്ന ഒരു ഫിൽറ്ററാണ് ഓയിൽ സെപ്പറേറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത്. അത് ഈ ക്യാമിൻ്റെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. സ്വിഫ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു കപ്പ് പോലെ ഒരു സാധനം വരും. അപ്പോൾ ആ ഓയിൽ ആ കപ്പിൽ അടങ്ങിയിട്ട് പിന്നെ എയർ സെപ്പറേറ്റ് ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് സെപ്പറേറ്റ് പോകും. പക്ഷേ ഇതിലെന്ന് പറയുന്നത് ഒരു ഫിൽറ്ററിൻ്റെ സഹായത്തിലാണ് ഓയിലും എയറും സെപ്പറേറ്റ് ആക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഫിൽറ്ററാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് കൂടുതൽ വീക്കാകുക, അതുപോലെ തന്നെ എന്താ പറയുക, ഡാമേജ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഓയിൽ എയറിൻ്റെ കൂടെ തന്നെ ഓയിലും മാനിഫോൾഡിലേക്ക് കയറി പോകുമ്പോൾ അതിന് വൈറ്റ് സ്മോക്കും അതുപോലെ ബ്ലാക്ക് സ്മോക്കൊക്കെ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ജെയർ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആകാനും സാധ്യത കൂടുതലാണ്. ഈ ജെയർ മാനിഫോൾഡൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആകാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ അംശം കയറുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആകും. അതുപോലെ പുള്ളിങ്ങിനും ചെറിയൊരു വ്യത്യാസം ഈ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ടൈമിംഗ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ആകുമ്പോൾ ഏകദേശം മാറുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിൽറ്ററിനാകെ 100-700 രൂപ റേഞ്ചേ വരുള്ളൂ. മാറ്റി വിട്ട് കഴിഞ്ഞാൽ അത്രയും പക്കാവായിരിക്കും എഞ്ചിൻ. എന്താ വെച്ചാൽ ഉള്ളിലേക്ക് ഓയിൽ മാനിഫോൾഡിനകത്ത് പരമാവധി ഓയിൽ കിടക്കാതെ എയർ മാത്രം കയറി പോകുമ്പോൾ ആ വണ്ടിക്കൊരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു പുള്ളിങ്ങും ഉണ്ടാകും. അത് അല്ലാത്ത പക്ഷം ഓയിലിൻ്റെ അംശം കയറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും മാനിഫോൾഡ് വേഗം സ്ലഡ്ജ് ആകാനും അതുപോലെ തന്നെ കാർബൺ അടിഞ്ഞുകൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. നമുക്ക് ഇവിടെ ഒരു ക്യാമിൻ്റെ ഒരു ലോക്ക് വരുന്നുണ്ട്. നമ്മുടെ സ്വിഫ്റ്റിനൊക്കെ വരുന്ന അത് സെയിം ലോക്ക് തന്നെയാണ്. ആ ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ ക്രാങ്ക് ഫ്ലൈ വീലിലൊരു ലോക്ക് വരുന്നുണ്ട് താഴെ. അതും ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇത് അഴിക്കാൻ അത്ര വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. ടോർക്ക് ഉണ്ടാവില്ല. ഏകദേശം ഒരു 7 kg ടോർക്കൊക്കെ ഇതിനകത്ത് വരുള്ളൂ. നമുക്ക് ഈസിയായിട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫിൽറ്റർ നമുക്ക് മാറാം. അതിൻ്റെ ഫിൽറ്റർ വരുന്നത് ജെന്യൂൺ MGP അല്ല, മറ്റേ GMൻ്റെ അല്ല, വേറെ അതർ മേക്കാണ് വരുന്നത് ഫിൽറ്റർ. പക്ഷേ ഇത് പക്ക ക്വാളിറ്റിയുള്ള ഫിൽറ്റർ തന്നെയാണ്. വേണ്ട, ഇതാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കയറ്റിയാലും ഒറ്റ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിൽ ബ്ലാക്ക് കളർ വരും. വൈറ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഇരിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ബ്ലാക്ക് കളർ ഓയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഓയിലിൻ്റെ അംശം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഓയിൽ സീൽ വരും ഇതിൻ്റെ. അപ്പോൾ ആ ഓയിൽ സീലിൽ നിന്ന് ഇതിൽ കൂടെയാണ് ഈ എയർ പോയിട്ട് ഇതിൽ കൂടെയാണ് വലിച്ചെടുക്കുന്ന സമയത്ത് പക്ക എയർ മാത്രം പുറത്തേക്കുള്ളൂ. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇത് അതിനകത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ബോൾട്ട് ഇടുക. ഒരു 7 ടോർക്ക് kg ടോർക്ക് വെക്കുക അതിനകത്ത്, അത്രേ ഉള്ളൂ. പക്ഷേ ലോക്ക് കറക്റ്റായിരിക്കണം. ലോക്ക് വിടാൻ പാടില്ല. ലോക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ സ്ലിപ്പാവും. ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും ഈ ബോൾട്ടിൽ തന്നെയാണ് അതിൻ്റെ ടെൻഷനും അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം എല്ലാം ഇരിക്കുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും ലോക്ക് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായി വെച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫിൽറ്റർ മാറ്റി എല്ലാം കഴിയുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു ചെറിയൊരു സ്മൂത്ത്നെസ് ഉണ്ടാകും. അതുപോലെ സ്മോക്കിന് ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. എല്ലാം 30,000-40,000 കിലോമീറ്ററിൽ ഇത് മാറ്റി വിടുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മളിപ്പോൾ ഇത് കറക്റ്റ് ടോർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ക്യാമിൻ്റെ ലോക്കും അതുപോലെ ക്രാങ്കിൻ്റെ ലോക്കും അതിനകത്തുനിന്ന് വിടിയിക്കാം. ഇത് വിടിച്ചതിന് ശേഷം ആ കവർ, ഫ്രണ്ടിലൊരു കവർ വരുന്നുണ്ട്. ആ കവറിനകത്ത് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഓറിങ്ങിൽ ചിലപ്പോൾ ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കവറിനകത്ത് കുറച്ച് പേസ്റ്റ് കൂടെ, ആ ഓറിങ്ങിൽ കുറച്ച് പേസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് കയറ്റി വിടാം. അതിനകത്ത് ഇതിന്ന് വന്ന ഓയിലാണ് ഈ സൈഡ് തന്നെ ലീക്കാണ്. അപ്പോൾ ആ ഓറിങ്ങിനകത്ത് ശരിക്കും പേസ്റ്റ് ഇട്ടുവാണെങ്കിൽ കയറ്റാൻ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PCV ഫിൽറ്ററാണ് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ EGRൻ്റെ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. EGRൻ്റെ മോട്ടറിൻ്റെ ഒരു ചെറിയ കംപ്ലൈൻറ്റ്. അപ്പോൾ അതും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഈ വാൾവാണ് കംപ്ലൈൻ്റ് ആയിരുന്നത്. ആ വാൾവ് ഇപ്പോൾ നമ്മൾ പുതിയത് തന്നെ മേടിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിയുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ പുള്ളിങ് തീരെ ഇല്ലായിരുന്നു. ഒരു 80-85 ആ റേഞ്ചിലൊക്കെ പോവുള്ളൂ കാല് കൊടുത്താൽ നീങ്ങല്. ഇപ്പോൾ അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്.
അതുപോലെ തന്നെ എഞ്ചിനും ഇത്തിരി സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ നേരത്തെ ബ്ലാക്ക് സ്മോക്ക് നല്ലോണം തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്മോക്ക് കാര്യങ്ങളൊന്നും ഒട്ടും തന്നെ ഇല്ല, പക്കയായിട്ടാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ PC ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ആ മറ്റേ എന്താ പറയുക ബ്ലാക്ക് സ്മോക്ക് കൂടുതലായിട്ടും തള്ളിക്കൊണ്ടിരുന്നത്. മനസ്സിലായിട്ട് ബ്ലാക്ക് സ്മോക്ക് വരാൻ കാരണം അതിൻ്റെ എന്താ പറയുക PC ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ട് ആ എയറിൻ്റെ കൂടെ ഓയിലും കൂടെ മിക്സ് ആയിട്ടാണ് നേരെ ഇൻലെറ്റിലേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? അതല്ലാതെ ടർബോൻ്റെ കാര്യങ്ങളോ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, അതിൻ്റെ ലീക്ക് കൊണ്ടൊന്നും അല്ല ആ മാനിഫോൾഡിലേക്ക് മറ്റേ ഓയിൽ എത്തുന്നത്. ഈ PC ഫിൽറ്റർ ബ്ലോക്ക് ആയതുകൊണ്ട് ആ എയർ വലിക്കുന്നതോട് കൂടിയിട്ട് അതിലിരിക്കുന്ന ഓയിൽ കണ്ടിട്ട് മൊത്തം നേരെ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് പോവുകയാണ്. ആ പോകുമ്പോഴാണ് ആകെ കത്തുമ്പോഴാണ് ബ്ലാക്കും വൈറ്റ് സ്മോക്ക് ആയിട്ട് ഇങ്ങനെ പുറത്ത് തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പുള്ളിങ് കറക്റ്റായിട്ട് കിട്ടാത്തതൊക്കെ. കറക്റ്റ് എയർ എന്ന് പറഞ്ഞാൽ എയർ തന്നെ കറക്റ്റ് മാനിഫോൾഡിലേക്ക് പോകുന്ന എന്നാൽ തന്നെ ആ വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് ഉണ്ടാവില്ല. അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് ആഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡീസൽ തന്നെ ആഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ, വേറെ എന്ത് തന്നെ ആഡായി പോവുകയാണെന്നുണ്ടെങ്കിലും ആ പുള്ളിങ്ങിനും അതുപോലെ തന്നെ എഞ്ചിൻ്റെ പെർഫോമൻസിനും നല്ലപോലെ വ്യത്യാസം വരും. മൈലേജിന് നല്ലൊരു വ്യത്യാസം അതിനകത്ത് ഫീൽ ചെയ്യും. ഇപ്പം നമ്മളത് മാറ്റിയപ്പോൾ വണ്ടി ഏകദേശം ഫുള്ളി പക്കാവായി. അതുപോലെ തന്നെ നല്ല പുള്ളിങ്ങിൻ്റെ സ്മോക്കോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ചാർജ് മാത്രം ചെറിയൊരു കുറവുണ്ട്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് ചെറിയൊരു മുക്കൽ ഒറ്റ അടിക്ക് പിടിക്കുന്നത് ഒരു 2 റൗണ്ട് തിരിഞ്ഞിട്ടാണ് പിടിക്കുന്നത്. ബാറ്ററിയുടെ പ്രശ്നമാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, അത് നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. എന്താ വെച്ചാൽ ഈ ജെറൊക്കെ അഴിച്ച് സെറ്റ് ചെയ്തതുകൊണ്ട് അതിൻ്റെ വാണിംഗ് ലൈറ്റാണ് വന്നിരിക്കുന്നത്. ആ വാണിംഗ് ലൈറ്റും കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് വണ്ടി ഡെലിവറി ചെയ്യാം.